എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പാടെ ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജോലിയിലേക്ക്, പഠനത്തിലേക്ക്, ശുശ്രൂഷകളിലേക്കൊക്കെ പ്രവേശിക്കാം. പവർഫുള്ളായ വചനമാണ്. സങ്കീർത്തനം 91 സങ്കീർത്തനം നമുക്കറിയാമായിരിക്കും, എല്ലാ ദിവസവും വായിക്കുന്ന പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിരിക്കും. 90 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം നമ്മളവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക: കർത്താവേ, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചുല്ലസിക്കട്ടെ. പെട്ടെന്ന് പഠിക്കണം. സങ്കീർത്തനം 90:14. കർത്താവേ, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചുല്ലസിക്കട്ടെ. കുഞ്ഞു പ്രാർത്ഥനയാണ്, പക്ഷേ ഇതൊരു വലിയ ശക്തിയായിട്ട്, വലിയൊരു അഭിഷേകമായിട്ട് നിങ്ങൾക്ക് ഈ 3 ആഴ്ച കൊണ്ട് തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ളൊരു കൃപ ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ 90 സങ്കീർത്തനം ശരിക്കും സമയമെടുത്ത് നന്നായിട്ടൊന്ന് വായിച്ചു. നല്ലൊരു സങ്കീർത്തനമാണ്, ഏതൊരു സങ്കീർത്തനം പോലെ. 90 സങ്കീർത്തനത്തിൻ്റെ അടുത്തൊരു വാക്യമുണ്ട്, 15 വാക്യത്തിൽ ഇങ്ങനെയാണ്: കർത്താവെ, ഞാൻ എത്ര കാലം ദുരിതം അനുഭവിച്ചോ, എത്ര കാലം ഞാൻ കഷ്ടപ്പെട്ടോ, എത്ര വർഷങ്ങൾ ഞാൻ സങ്കടപ്പെട്ടോ, അത്രയും വർഷങ്ങൾ സന്തോഷിക്കാൻ ഒരു അവസരം എനിക്ക് നൽകണമെന്ന്. ചിലപ്പോൾ